തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 13. കഴിഞ്ഞ 12 ദിവസങ്ങളിലും കർത്താവ് അവിടുത്തെ വചനം നൽകി നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾ ഓരോരുത്തരും താല്പര്യത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും, പ്രത്യേകിച്ച് മരണം വഴി നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവരിലേക്കും ഈ ശുശ്രൂഷ വഴി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് ഞാൻ ഓർക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ കൂടാൻ തുടങ്ങിയതിൽ പിന്നെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നങ്ങൾ കാണുന്നു. ആ സ്വപ്നങ്ങളിൽ കണ്ടുമുട്ടുന്നത് മരണം വഴി അവരുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ വ്യക്തികളെയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ ഓരോരുത്തരും സ്വപ്നങ്ങളിൽ വന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ശുശ്രൂഷ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് ആശ്വാസമാകുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ടീമിലുള്ള സക്രിയാസ് മിഷൻ ടീമിലുള്ള സിസ്റ്റർ ആൻസി ഏതാനും നാളുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സിസ്റ്റർ ഒരു രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എവിടുന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു. ആഴങ്ങളിൽ നിന്നുള്ള അതിദയനീയമായ ഒരു കരച്ചിൽ. സിസ്റ്റർ പെട്ടെന്ന് ഉണർന്നു. മുറിക്ക് വെളിയിൽ നിന്നാണോ എന്നറിയാൻ വേണ്ടി കാതോർത്തു. പക്ഷെ എവിടെ നിന്നാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ അപ്പുറത്തെ മുറിയിൽ നിന്നാണോ എന്നറിയാൻ വേണ്ടി മുറിയുടെ പുറത്ത് കിടന്ന് അപ്പുറത്തെ മുറിയുടെ അടുത്ത് ചെന്ന് ഇപ്പോൾ ആ മുറി പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഉള്ളിൽ ആളില്ല എന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും ഈ സ്വരം ഇങ്ങനെ, കരച്ചിലിന്റെ സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുകയാണ്, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടനെ സിസ്റ്റർ ശാന്തമായി ഇരുന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെ ഓർത്ത് വേദനയോടെ കരുണയുടെ ജപമാല ചൊല്ലി മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന കുറേ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഈ കരച്ചിലും പതിയെ നേർത്തു വരുന്നതായിട്ട് അനുഭവപ്പെട്ടുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന വേദന അതികഠിനമാണ്. അവർ പ്രത്യാശയുടെ സ്ഥലത്താണെങ്കിലും സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കിടക്കുന്നതെങ്കിലും ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കാത്തതിൻ്റെ അസ്വസ്ഥതയും വിഷമവും വളരെ ഭയങ്കരമായ ഒരു അവസ്ഥയാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മകളിൽ അവരുണ്ടാകണം. നമ്മുടെ ത്യാഗങ്ങളും പ്രാർത്ഥനകളൊക്കെ അവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയെ നിങ്ങൾ കാര്യമായി എടുക്കണം, ഗൗരവത്തോടെ എടുക്കണം. ഈ എളിയവനായ ഞാനാണ് സംസാരിക്കുന്നത് എന്ന കാരണത്താൽ ഒരിക്കലും ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ നോക്കരുത്. എൻ്റെ അധരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നവരിലേക്ക് ശ്രദ്ധിക്കുക, അത് ധ്യാനിക്കുക. സഭയുടെ പഠനങ്ങൾ, CCCയും വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളും പാരമ്പര്യവും എല്ലാം അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷേ സംസാരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് റെഫറൻസ് എല്ലാം പറഞ്ഞു പോകുവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു വചനത്താൽ നിങ്ങളെ ആശ്വസിപ്പിക്കുക, സമാശ്വസിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനോളം നിങ്ങളെ എത്തിക്കുന്ന ജീവിത സത്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ 12 ദിവസങ്ങളിലും നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച്, സൺഡേ സ്കൂളിൽ വെച്ചോ അല്ലെങ്കിൽ ധ്യാനങ്ങളിൽ വെച്ചോ ഒക്കെ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കും നിങ്ങളെല്ലാവരും. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ എളിയവനിലൂടെ ചെയ്യുന്നത് ഇവയെല്ലാം നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയാണ് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. മനുഷ്യൻ തിരക്കുകൾക്കിടയിൽ, ജീവിത വ്യഗ്രതകൾക്കിടയിൽ പലതും മറന്നുപോകും. ഞാനും നിങ്ങളും പലതും അറിയാമെങ്കിലും മറന്നുപോകും. ആ മറന്നു ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് വന്ന് അതിങ്ങനെയല്ലായിരുന്നോ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വലിയ സഹായമാണ്. അപ്രകാരം ഒരു സഹായമാണ് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എന്ന സത്യം ഓർക്കുക. പ്രിയപ്പെട്ടവരുടെ വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ എടുത്തു നോക്കുകയാണ്. വിശുദ്ധ ബെർണാഡിന്റെ ജീവിതത്തിലെ അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാവ് എന്ന് ബെർണാഡിനോട് സംസാരിക്കുന്നത്, സഹായം ചോദിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ആ വിശുദ്ധയ്ക്ക് പലതവണ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്ക് സ്വർഗഭാഗ്യം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മൾ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ പാത്രെ പിയോയുടെ ജീവിതത്തിൽ ഇതുപോലെ ശുദ്ധീകരണാത്മാവ് വന്ന്
പ്രാർത്ഥന ചോദിക്കുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അനേക വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു വാങ്ങുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന അനേക ആത്മാക്കളുടെ, നമ്മുടെ പൂർവികരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിലവിളിയാണ് ഇപ്രകാരം ഒരു ഫ്രീഡം പ്രയർ എന്നൊരു ശുശ്രൂഷ തുടങ്ങുവാനായിട്ട് കർത്താവ് പ്രേരണ തരാൻ കാരണം ഇതിലൂടെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ആ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാനസാന്തരം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നല്ല തീരുമാനങ്ങൾ, ആ വചനത്താലുള്ള വിശുദ്ധീകരണം, ആ വിശുദ്ധീകരണത്തോടുകൂടെ നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ഫലമുണ്ട്. വെറുതെ മരിച്ച വിശ്വാസികളെ ഓർക്കുകയും വെറുതെ പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ അവരെ ഓർത്ത് കേൾക്കുന്ന വചനത്തെ ധ്യാനിച്ച് ചില മാറ്റങ്ങൾ വരുത്തി, ചില നല്ല കാഴ്ചപ്പാടോടെ, നല്ല തീരുമാനത്തോടു കൂടെ മാറ്റം വരുത്തേണ്ട ഇടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട്, വലിയ ഫലമുളക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയെ കാര്യമായി കണ്ടുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും തീഷ്ണതയോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. സാധിക്കുന്നവർക്കെല്ലാം ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുത്ത് ഈ കാര്യങ്ങളൊന്ന് ധ്യാനിക്കാനും മരിച്ച വിശ്വാസികൾ കൊണ്ട് പ്രാർത്ഥിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും, അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണം വഴി വേർപെട്ടു പോയവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുമ്പോൾ അതുവഴി കുടുംബത്തിലെ പലതരത്തിലുള്ള ബന്ധനങ്ങൾ, തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ ഓരോരുത്തരും കടന്നു വരുവാൻ, കുടുംബങ്ങൾ ശാന്തമാകുവാൻ, കുടുംബത്തിൽ ദൈവാനുഗ്രഹങ്ങൾ നിറയുവാൻ, സമാധാനം നിറയുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പരിശ്രമിക്കാം. കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 58-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. നമ്മുടെ ഈ ശുശ്രൂഷ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതൊരിക്കലും നിഷ്ഫലമല്ല, അതിന് വലിയ ഫലമുണ്ട് എന്ന സത്യം ബോധ്യപ്പെട്ട് അതിൽ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവാനായിട്ട് കർത്താവ് വചനത്തിലൂടെ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. അതിനാൽ ഈ സന്ദേശം കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഞങ്ങൾ ആരാധിക്കുന്നേ എന്ന് പറഞ്ഞ് ആ പാട്ട് വെറുതെ കേട്ടുപോകാതെ മനസ്സിൽ പാടി കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ആരാധിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങൾ, തടസ്സങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണം വഴി വേർപെട്ടു പോയവരുടെ ആത്മാക്കളിൽ സ്വർഗപ്രവേശനത്തിന് ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോകുവാൻ ആത്മാർത്ഥമായി തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. തുടർന്ന് വരുന്ന ആ മരിച്ച വിശ്വാസികളുടെ വിശുദ്ധ ജത്രൂദിനെ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലണം. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ഗാനത്തിന്റെ ഈരടി പാടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി മനസ്സിലാഗ്രഹിച്ച് നമ്മളും മരണം വഴി വേർപെട്ടു പോയവരും ദൈവത്തിന്റെ ആത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് സഭ മുഴുവനും, എല്ലാ വിശ്വാസികളും 3 സഭകളിലുമുള്ള സ്വർഗത്തിലുള്ള വിജയസഭയും, ശുദ്ധീകരണ സ്ഥലത്തുള്ള സഹന സഭയും, ഈ ലോകത്തുള്ള സമരസഭയും, ഈ 3 സഭയിലുള്ള ആത്മാക്കൾ ദൈവത്തിന്റെ ആത്മാവ് നിറയാൻ വേണ്ടി തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ആ ദിവസം മുഴുവനും ഈ സമയം കിട്ടുമ്പോൾ, ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ എവിടെയായിരുന്നാലും ഈ പാട്ടിന്റെ ഈരടി, ആത്മാവിന് ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, എൻ്റെ കുടുംബത്തിൽ നിറയട്ടെ, പ്രിയപ്പെട്ടവരിൽ നിറയട്ടെ, മരിച്ച വിശ്വാസികളിൽ നിറയട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിച്ച് ഈരടികൾ പാടി ഒരു അഭിഷേകം പ്രാപിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഫ്രീഡം പ്രയർ, അത് കർത്താവ് അതിന് തുടക്കമിട്ടതാണെങ്കിൽ തീർച്ചയായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും യേശു അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് യേശുവിന്റെ നാമത്തിലാണ് ഞാനിത് പറയുന്നത്. കർത്താവ് യേശുവിടെ പീഡാസഹനത്തിന്റെ, കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ നിങ്ങൾക്കൊരു വിടുതലുണ്ട്, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്, ഒരു സമ്മാനമുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരുടെ ജീവിതത്തിലും അത്ഭുതകരമായ വിടുതലിന്റെ അനുഭവ ദിവസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഒരു വലിയ സമൂഹം സക്രിയാസ് പ്രയർ ഹൗസുകളിൽ ഇരുന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ആരെങ്കിലും നിയോഗങ്ങൾ സമർപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പിൽ ആ നിയോഗങ്ങൾ മെസ്സേജ് ആയിട്ടിടാം. വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ഇട്ടുകൊണ്ട്, വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ എഴുതിയോ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈ ശുശ്രൂഷയ്ക്ക് പിന്നിലുള്ള സക്രിയാസ് മിഷൻ ടീമിനെയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു:
കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് നമ്മുടെ കഴിഞ്ഞ നാളിൽ വന്ന എല്ലാ തെറ്റുകളും ക്ഷമിച്ച് നമ്മുടെ വലിയ കരുണ കാണിക്കാൻ കാത്തിരിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവിന്റെ ഈ വലിയ കരുണയും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായി കടന്നു വരുന്നതിന് വേണ്ടി കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കാം. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണന്മാരും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. ലോകം മുഴുവൻ കത്തി പടരട്ടെ, ദേശം മുഴുവൻ കത്തി പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തി പടരട്ടെ.